ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നാളെ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിലെത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേരളമടക്കം 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പരങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. നെൽകൃഷി അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ധനവിനിയോഗ പരിധിയിൽ കേരളത്തിന് പ്രത്യേക ഇളവ് അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി മന്ത്രി ടി സിദ്ദീഖ് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയിലെത്തിയത്. അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന 10% ധനവിനിയോഗ പരിധിയിലാണ് ഇളവ് നൽകുന്നത്. ജനജീവിതത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്തുന്നതാകണം സാങ്കേതിക വിദ്യകളും കണ്ടുപിടുത്തങ്ങളുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഗവേഷണ കോൺക്ലേവ് ഉദ്ഘാടനം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം, കണ്ടുപിടുത്തങ്ങൾ എന്നിവ മാനവിക കാഴ്ചപ്പാടോടെ വേണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. വൈദ്യുതി നിയന്ത്രണം എത്രനാൾ തുടരേണ്ടി വരുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കാനാകില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കുത്തനെ കൂടിയതായും കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി വഴി കഴിഞ്ഞ ഒരു മാസം KSRTC 3.81 കോടി സർവീസുകൾ നടത്തിയെന്നും സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഒരു ദിവസം 12 ലക്ഷമായി ഉയർന്നെന്നും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി പദ്ധതി മൂലം KSRTCക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ റവന്യൂ നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിലും ഇത് പരിഹരിക്കാൻ ബജറ്റിൽ 600 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുന്നറിയിപ്പില്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിട്ട IT കമ്പനി ടാൽ ഉറോപ്പിന്റെ നടപടിയിൽ സംസ്ഥാന ലേബർ കമ്മീഷണറേറ്റ് റിപ്പോർട്ട് തേടി. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 20 റിപ്പോർട്ട് ലഭ്യമാക്കണമെന്ന് എറണാകുളം ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനായി മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. സെമി കണ്ടക്ടർ ഉൽപാദനത്തിന് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ, വൈദഗ്ധ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയ അനുകൂല ഘടകങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തി സംസ്ഥാനത്ത് നിക്ഷേപങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പല ഹാജിമാരുടെയും പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെയെങ്കിലും നീട്ടണമെന്ന് ന്യൂനപക്ഷ ക്ഷേമമന്ത്രി N ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയോടും അഭ്യർത്ഥിച്ചു. പാസ്പോർട്ട് കാലാവധി തീർന്നവരുടെ പാസ്പോർട്ട് പുതുക്കുന്നതിന് വേണ്ടി സംസ്ഥാനം നേരത്തെ കേന്ദ്ര മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർക്കായി പ്രത്യേക സംവിധാനം ഉണ്ടാക്കാനുള്ള നിർദ്ദേശം പാസ്പോർട്ട് ഓഫീസർമാർക്ക് ഈ അടുത്ത് മാത്രമാണ് ലഭിച്ചത്. ഈ സാഹചര്യത്തിലാണ് അപേക്ഷാ തീയതി നീട്ടിവെക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചത്. കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. സന്നിധാനത്ത് വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കർക്കിടകം 1 നാളെ രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് നാളെ കർക്കിടകം 1 വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം ഇതിന്റെ ഭാഗമായി നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി K മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധര മേനോനെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പിള്ളിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഈ മാസം 20 പ്രഖ്യാപിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദം പൂർത്തിയായ ശേഷമാണ് കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി ഈ മാസം 20 വരെ അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.